എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വയലറ്റ് പേരക്കയാണ്. നിങ്ങളെല്ലാവരും നാടൻ പേരക്ക, പച്ചപ്പേരക്ക, സ്ട്രോബെറി പേരക്ക, പലവിധ പേരക്കകളൊക്കെ ഉണ്ടാവും. ഈ വയലറ്റ് പേരക്ക നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതാണ് വയലറ്റ് പേരക്ക. ഉണ്ടോ? ഈ കാണാണ് വയലറ്റ് പേരക്ക. കാഴ്ചയുണ്ട് 2-3 എണ്ണം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊളിച്ച് കഴിഞ്ഞാൽ നല്ല പിങ്ക് കളർ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ഒരു മണ്ണുത്തി പോയപ്പോൾ ഒന്ന് മേടിച്ചാണ് അവിടുന്ന്. ഇതുണ്ടാവുന്നു നമ്മളത്ര വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നില്ല. പക്ഷേ 3 വർഷമായി വെച്ചപ്പോൾ ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും കുറച്ചായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട് കഴിക്കാൻ. വെച്ചിട്ട് നമുക്ക് ദോഷമൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഗുണമുണ്ട്. കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. അധികം അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ നീളം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഉയരമുണ്ട്. നല്ല വയലറ്റ് കളറായിട്ടാണ് വരിക. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വയലറ്റ് പേരക്ക ഒന്ന് മേടിച്ച് വെക്കണം, നല്ലതാണ്. മേടിക്കുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഓട്ട് മേടിക്കാൻ നല്ലതാണ്. അതാകുമ്പോൾ 3 വർഷം കൊണ്ട് നമുക്ക് കാഴ്ച കിട്ടുകയും ചെയ്യും. അധിക കാലം വെയിറ്റ് ചെയ്യാൻ വേണ്ട. പിന്നെ അധികം മീഡിയം വലിപ്പം വരില്ല കേട്ടോ. വല്ലാണ്ട് വലിപ്പമൊന്നും വരില്ല. സാധാ നോർമലിൻ്റെ പേരയുടെ അത്ര വലിപ്പമൊന്നും വരുള്ളൂ ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞാലും. പിന്നെ പഴുത്ത് കഴിഞ്ഞാലും അറിയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വലിപ്പം വെച്ചിട്ട് നമ്മൾ നോക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.